മഹാപ്രളയകാലത്ത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവിവംശങ്ങളെ രക്ഷിച്ചത് നോഹയുടെ പേടകമാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. പ്രളയത്തെ അതിജീവിച്ച നൂഹ് നബിയുടെ കപ്പലിനെക്കുറിച്ച് ഖുർആനിലും പരാമർശമുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുവെന്ന് കരുതപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെയും നോഹയുടെ പേടകം കിടന്ന സ്ഥലത്തിൻ്റെയും തെളിവുകൾ കണ്ടെത്തിയതായാണ് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ അവകാശപ്പെടുന്നത്. തുർക്കിയിലെ എരാരത്ത് പർവ്വതനിരകളിൽ നിന്നും 30 കിലോമീറ്റർ തെക്കുമാറി കണ്ടെത്തിയ നൗകയുടെ ആകൃതിയിലുള്ള ചിറ യഥാർത്ഥത്തിൽ ഒരു മരനൗകയുടെ ഫോസിലാണെന്നാണ് അന്താരാഷ്ട്ര ഗവേഷക സംഘം പറയുന്നത്. ലിമോണൈറ്റ് എന്ന ഇരുമ്പ് അയിരിനാൽ രൂപപ്പെട്ട ഏകദേശം 163 മീറ്റർ നീളമുള്ള ഒരു ഭൂഘടനയാണ് ഡുരൂപ്പിനാർ ഫോർമേഷൻ എന്നറിയപ്പെടുന്ന ഈ ചിറ. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന നോഹയുടെ പേടകത്തിൻ്റെ ആകൃതിയുമായി ഇതിന് ഏറെ സാമ്യമുള്ളതിനാൽ തന്നെ ഈ ഭൂഘടന ദീർഘകാലമായി പല ഗവേഷണങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഏറ്റവും അവസാനം ലഭിച്ച തെളിവുകൾ പറയുന്നത് ഈ ചിറ 5000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു മഹാപ്രളയത്തെ അതിജീവിച്ചിട്ടുണ്ട് എന്നാണ്. ക്രിസ്തുവിന് മുൻപ് 3000 മുതൽ 5500 വർഷങ്ങൾക്കിടയിൽ ഈ ഭാഗത്ത് മഹാപ്രളയമുണ്ടായി എന്ന ബൈബിൾ പരാമർശത്തെ പിന്താങ്ങുന്ന ഒരു കണ്ടെത്തലാണിത്. ഈ പ്രദേശത്ത് ഒരു കാലത്ത് ജീവജാലങ്ങൾ നിലനിന്നിരുന്നു എന്നും പിന്നീട് അവ വെള്ളത്തിനടിയിലായി എന്നുമാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബൂൾ യൂണിവേഴ്സിറ്റി, അഗ്രി ഇബ്രാഹിം സസൻ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി എന്നിവർ സംയുക്തമായി 2021 മുതൽ ഈ പ്രദേശത്ത് പര്യവേഷണം നടത്തുകയാണ്. എരാരത്ത് പർവ്വതത്തെയും നോഹയുടെ പേടകത്തെയും സംബന്ധിച്ച 7ാമത് അന്താരാഷ്ട്ര സിംബോസിയത്തിലാണ് ഗവേഷകർ പുതിയ തെളിവുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നൗകയുടെ ആകൃതിയിലുള്ള ചിറ യഥാർത്ഥത്തിൽ ഒരു പുരാതന നൗക തന്നെയാണെന്നാണ് തെളിവുകൾ നിരത്തി അവർ വാദിക്കുന്നത്. ഡുരൂപ്പിനാർ ഫോർമേഷൻ എന്നറിയപ്പെടുന്ന ഈ ചിറയിൽ നിന്ന് 30 സാമ്പിളുകളാണ് ഗവേഷകർ ശേഖരിച്ച് ഇസ്താംബൂൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി അയച്ചത്. ഈ സാമ്പിളുകളിൽ ചെളിക്ക് സമാനമായ പദാർത്ഥങ്ങൾ, സമുദ്രാവശിഷ്ടങ്ങൾ എന്നിവയുണ്ടെന്നാണ് പഠനത്തിൽ തെളിഞ്ഞത്. ഇവയിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ ഈ സാമ്പിളുകൾക്ക് 3500 മുതൽ 5500 വർഷങ്ങൾ വരെ പഴക്കമുണ്ട് എന്നും വ്യക്തമായി. അതായത് ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഡുരൂപ്പിനാർ ഫോർമേഷന്റെ ചുറ്റുമുള്ള പ്രദേശത്ത് ജലമുണ്ടായിരുന്നു എന്ന് ചുരുക്കം. നവീന ശിലായുഗത്തിലെ ചാൽക്കോലിത്തിക് ഘട്ടത്തിന് ശേഷം ഇവിടെ മനുഷ്യ സാന്നിധ്യമുണ്ടായിരുന്നു എന്നും തെളിഞ്ഞിട്ടുണ്ട്. ഈ വസ്തുതകൾ വെച്ച് വിലയിരുത്തുമ്പോൾ ബൈബിളിലും ഖുർആനിലും പറയുന്ന മഹാപ്രളയത്തിൻ്റെയും നൂഹ് നബിയുടെ കപ്പലിൻ്റെയും ശേഷിപ്പുകളാണ് ഇവയെന്ന് അനുമാനിക്കാനാവുമെന്നാണ് ഗവേഷകർ പറയുന്നത്.